ശ്രീരാധയുടെ രഹസ്യമായ നിഴൽ. ഛായാരാധ. വൃന്ദാവനത്തിലെ പരമദൈവിക സ്നേഹം, ശ്രീരാധാറാണിയുടെ പ്രേമം അതീവ ശുദ്ധവും പരമവുമാണ്. എന്നാൽ ആ പ്രേമത്തിന്റെ പിന്നിൽ ഒരു രഹസ്യമൊളിച്ചിരിക്കുന്നു. ആ രഹസ്യനിഴലാണ് ഛായാരാധ. ബ്രഹ്മവൈവർത്ത പുരാണം കൃഷ്ണജന്മഖണ്ഡം 86-ാം അധ്യായം പ്രകാരം ആയനുമായി വിവാഹം കഴിച്ചത് യഥാർത്ഥ രാധയല്ല, മറിച്ച് അവളുടെ നിഴലായ ഛായാരാധയായിരുന്നു. ആയൻ ശ്രീകൃഷ്ണന്റെ ഭാഗിക അവതാരമായിരുന്നു, പുരാണങ്ങൾ പറയുന്നു. ഈ ദിവ്യകഥയുടെ തുടക്കം ലക്ഷ്മീദേവിയിലേക്കാണ്. കേദാരയാഗത്തിൽ ലക്ഷ്മീദേവി വൃന്ദയായി ഉദിച്ചു. എന്നാൽ ഈ വൃന്ദ തുളസിയായ വൃന്ദയല്ല. രണ്ടും വ്യത്യസ്ത ദിവ്യസ്വരൂപങ്ങളാണ്. യാഗത്തിൽ നിന്നുദിച്ച വൃന്ദ അടുത്ത ജന്മത്തിൽ ഛായാരാധയായി ജനിച്ചു. വൃന്ദയുടെ തീർത്ഥാപരം ദർശിച്ച് ശ്രീവിഷ്ണു അവർക്കൊരു മഹത്തായ വരം നൽകി. ദ്വാപരയുഗത്തിൽ യഥാർത്ഥ ശ്രീരാധ വൃന്ദാവനത്തിൽ ജനിച്ചാൽ നീ അവളുടെ നിഴലായി നിലകൊള്ളും. ശ്രീദാമന്റെ ശാപഫലമായി രാധയും ആയനും വിവാഹം നിർബന്ധിതമായപ്പോൾ യഥാർത്ഥ രാധ അപ്രത്യക്ഷയാകുകയും അവളുടെ സ്ഥാനത്ത് ഛായാരാധ ആയനുമായി വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതിലൂടെ രാധയുടെ പരമദൈവികവും അതീതവുമായ പ്രേമം ലൗകിക ബന്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. പിന്നീട് രാസലീലയിൽ യഥാർത്ഥ രാധയോടും മറ്റു ഗോപികകളോടും ചേർന്ന് ഛായാരാധയ്ക്കും ശ്രീകൃഷ്ണാനുഗ്രഹം ലഭിച്ചു. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ശ്രീരാധയുടെ പ്രേമം ശുദ്ധവും പരമവും അതീതവുമാണ്. ലൗകിക ബന്ധങ്ങൾ പോലും അതിനെ സ്പർശിക്കാൻ കഴിയില്ല. ഛായാരാധ ആ ദിവ്യപ്രേമത്തെ കാത്തുസൂക്ഷിച്ച ദൈവിക നിഴലായി മാത്രം നിലകൊള്ളുന്നു. രാധേ രാധേ.